ട്രെയിൻ എപ്പോഴാ വരാ? ട്രെയിൻ വരാൻ സമയമുണ്ട് മുത്തേ, ഇന്ന് കുറച്ച് ഡിലേ ആണ്. കൊറേ നേരം പിടിക്കോ? കുറച്ചേരം പിടിക്കും. എന്ത് ദേഷ്യം വന്നിട്ടാ? കാര്യം ചെയ്യാ, നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? എന്നിട്ടാ ഇവിടെ അച്ഛന് കളിച്ചാലോ? രണ്ടാള്. അതിനെന്താ കുഴപ്പം? നീ എണ്ണ ഞാൻ വിളിക്ക. വേണ്ട, അത് വേണ്ട. പിന്നെ ഒന്ന് ഓടി കളിക്കാം. ഞാൻ ഓടാ, നീ എന്നെ പിടിക്കണം. എല്ലാരും കാണും. ആൾക്കാര് കണ്ടോട്ടെ, നമുക്ക് എന്ത് കുഴപ്പം? പിന്നെ ട്രൂത്ത് ഡെയർ കളിക്കാം. ആ, ടാസ്ക് അറിയരുത് എനിക്ക് വലിയ. അതൊന്നും പറയാൻ പറ്റില്ല. ആ, കളിക്കാം. ഓക്കെ. ട്രൂത്ത് ഡെയർ. ഡയർ. ഡെയർ. ബാഗ് ഇടക്കല്ലേ? ആ, ഇന്ന് അവിടെ ചേട്ടൻ നിക്കണണ്ട. ഏത്? ആ നിക്കണതാ, ആ മുണ്ടെടുത്തതാ. ആ നീല മുണ്ട് കണ്ട കണ്ട. അതാര, നീ അറിയണ ആരെങ്കിലാ? എനിക്കറിയുന്നില്ല, പക്ഷെ എന്തായാലും ഡയറി വരുമ്പോ ഒരു ഇത് കാണോല. അറിയാത്തവരത്തല്ലേ നമുക്ക് ഡയറി ചെയ്യണ്ടേ. എന്തിട്ട് ഉദ്ദേശിക്കണ ചേച്ചി? അമ്മ ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഐ ലവ് യു പറ. ഐ ലവ് യു. ആ, ഐ ലവ് യു. ഒരു പരിചയമില്ലാത്ത ആളോടാ? അത് കുഴപ്പമില്ല, ഡയറി അല്ലേ, കുഴപ്പമില്ല. തല്ലുന്നില്ല. ഏയ് തല്ലൊന്നുമില്ല. അയ്യോ, വേണോ അത്? വേണം. ഡയറി തരുമ്പോ അത് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ട്രൂത്ത് പറയാൻ പറ്റില്ല. ഡയറി തരുമ്പോ ചെയ്യണം, ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഫൗള്. അത് വേണ്ട, ഫൗളാവണ്ട. അന്ന് പോ ചെല്ലി പൊക്കോ. ആള് പോണിന് പോ. നോക്കണ്ട്, അയാൾ ആർക്കും ഫോൺ വിളിച്ചോണ്ടിരിക്കും. അയാളെ ഭാര്യക്ക് എങ്ങനെ ഇരിക്കും? പിന്നെ കൊഴപ്പില്ല, ചെല്ലി സ്കൂള് കട്ടാണ്ട് പോ. ചെല്ലമ്മ പോ. ഉന്തല്ലേട്ടാ, പൊക്കോ. ഉന്തല്ലേ, എന്നാ പോ. രാഷ്ട്രീയത്മകമായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. തീർച്ചയായിട്ടും വന്നോളൂ, അതിനെന്താ. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓക്കെ ചേട്ടാ, ഒരു മിനിറ്റ്. എന്താ മേഡം? അത് ചേട്ടാ, ഐ ലവ് യു. എന്താ മേഡം? എന്നോടോ? അപ്പൊ ശരി ചേട്ടാ, ഓക്കെ എന്നാ. പോലെ വേണോ? അയ്യ സാറിലേട്ടാ. അയാള് എന്ത് വിചാരിച്ചാണോ? അയാള് പേടിച്ചായി. നന്നായിട്ട് ധൈര്യണ്ടല്ലോ, സമ്മതിച്ചിട്ടേ. പിന്നെ ഡയറി, ഇങ്ങനത്തെ ഡയറൊന്നും തരെടുത്തിട്ട് മേലിൽ ഞാൻ ചെയ്യത്തില്ല. അയാളോട് നോക്കണ്ടേ, അയാള് നോക്കണ്ട. അവിടെ നിന്നിട്ട് ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പറഞ്ഞാല് അയാള് മാഡം പറഞ്ഞിട്ട് എന്നെ വിളിച്ച്. പോയില്ലേ? അയാളിന് പിന്നാലെ വരുന്നു. അയ്യോ, നോക്കണൊക്കെ ക്രഷ് അടിച്ചണ്ടാവും. എടാ, എന്റെ അടുത്തൊരു പെണ്ണുള്ളതെന്ന് ഐ ലവ് യു പറഞ്ഞു. അതാണ് ഞാൻ നിന്റെ ഫോൺ കട്ട് ചെയ്തത്. അപ്പുറത്തൊക്കെ ഉണ്ട്, ഞാൻ കട്ട് ചെയ്യണ്ട്. ഞാൻ പിന്നീട് വിളിക്കട്ടാ. ആ, കാര്യങ്ങളെ നോക്കിട്ട് വിളിക്കാം. ഒരു മിനിറ്റടാ. അയാളിങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, നോക്കണ്ട, ഇങ്ങോട്ട് വരുന്നുണ്ട് അയാൾ. ഞാൻ പറഞ്ഞ അയാള് പിന്നാലെ പോവില്ലാന്ന്. ആവുന്ന തോന്നണേ.
ചേച്ചി എവിടേക്കാ? ഹലോ, നിങ്ങളല്ലേ ഇപ്പൊ കാര്യം പറഞ്ഞു വന്നത്? എവിടെ പോട്ടാ? എന്റെ പൊന്നു ചേട്ടാ, ഞാനത് പറ. നിങ്ങളല്ലേ ഇപ്പൊ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നു? അയ്യോ ചേട്ടാ, അത് ഡയറി ചെയ്തതാ. അത് ഞങ്ങളെ ഡയറി ചെയ്തോ? അതല്ലട്ടാ, അതെ ഇപ്പൊ വണ്ടി വരാൻ വേണ്ടിക്ക് സമയം ഉണ്ടല്ലോ, ട്രെയിൻ വരാനായിട്ട്. അപ്പൊ ട്രൂത്തോ ഡയറി കളിച്ചതാ ഇവള് പറഞ്ഞിട്ടേ. ഞാൻ അമ്മയോട് പറഞ്ഞ എങ്ങനെ ഡയറി ചെയ്യാനായിട്ട്. അപ്പൊ ഡയറി കിട്ടിയത്. അപ്പൊ ഇവള് പറഞ്ഞ ചേട്ടനോട് ഇന്നെന്തൊട്ടാ പറയണ? തമാശ കളിക്കാ? അത് ചേട്ടാ, അത് ചേട്ടാ ഇത് ഗെയിമാണ്. സോറി. അത് ചേട്ടാ, അതെ ഒരു ഗെയിമാണ്. അപ്പൊ ഇവള് ചേട്ടനോട് ടൈം പാസ് നമ്മളോട് അവിടെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളോട് വന്ന് പറയാ. അത് ചേട്ടാ, അതൊരു ഗെയിമാണ്. അത് നമ്മൾക്ക് ഓർക്കാപ്പുറത്താണ് ഇങ്ങനെ വന്ന് പറയാ. ഗെയിമാണ് ഇങ്ങനെയുള്ള ഒരു ഒപ്പര ഗെയിമും കൊണ്ട് നിങ്ങള് ആൾക്കാരെ പറ്റിക്കുക? എന്റെ പൊന്നു ചേട്ടാ, സോറി. ഇനി ഇമാതിരി ഉടായ്പം കൊണ്ടില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ, ഇത് പൊതു സ്ഥലമാണ്, മനസ്സിലായില്ലേ? വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ. വെറുതെ മനുഷ്യനെ ആഗ്രഹിപ്പിച്ചു. കുരുപ്പോള് കെട്ടും കെട്ട് വന്നോളും രാവിലെ. റെയിൽവേ സ്റ്റേഷൻ ഒന്നും ഇല്ല. അയാൾ എന്തൊക്കെ പെറുപുറത്ത് പോണു. ആൾക്കങ്ങനെ ക്രഷ് അടിച്ചെന്ന് തോന്നുന്നു. ക്രഷ് മിണ്ടാട് പൊയ്ക്കോ. ഈ മാതിരി കളിയൊന്നും കൊണ്ട് വരരുതിട്ട്. അയാൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയ തല്ലിട്ടത് ഭാഗ്യം. ഈ ട്രൂത്തോ ഡ്രൈവർ ഒന്നും നമുക്ക് പറ്റിയതല്ലാട്ട പൊന്നോ. മനസ്സിലാക്കി കൂടെ. അയാൾ ഇപ്പൊ എല്ലായിടത്തും നിന്ന് പറയും. വരില്ല, നമ്മ എന്തായാലും പോവല്ലേ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് മാറ്റി നിങ്ങളോട് കളിയൊന്നും കളിക്കരുതിട്ടാ. അമ്മ ഉണ്ടായാലും കുഴപ്പമില്ല, മക്കൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ പണി കിട്ടിയാനെ. നാണക്കേടായി. Subscribe now your funniest YouTube channel Archangel.